ആളുകൾ പറയുന്നുണ്ട് മറ്റേ ടിക്കറ്റ് എടുത്തു 3 പാട്ട് കേട്ടപ്പോ തന്നെ സന്തോഷമായി, പൈസ വസൂലായി ആ പാട്ട് കേട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നത്. അതായത് എല്ലാ ടൈപ്പുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ചില സോങ്സ് ഈ ജെൻസി പിള്ളേർക്ക് ഇഷ്ടമായില്ല, ചില സോങ്സ് 90s കിഡ്സിന് വേണ്ടിയിട്ടുള്ള സോങ്സ് ഉണ്ടാവും. പക്ഷെ ഈ സോങ്സ് എന്ന് വെച്ചാൽ എല്ലാ ജനറേഷനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചിക്കാര് പറയുന്ന അവർക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള സോങ് ആണ് വാസ്കോ ഡ ഗാമ. ആ ഒരു ഇതൊക്കെ വരുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു സമയത്ത് ഇതില്ലാതെ ഇല്ല, അവിടെ നാഷണൽ ആന്തമായി വാസ്കോ ഡ ഗാമ എന്ന് പറയുന്നത്. അല്ല, അത് അന്ന് ഇപ്പോൾ വാസ്കോ ഡ ഗാമ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് നമ്മൾ ചിന്തിച്ചതാണ്, ഇപ്പൊ സിറ്റുവേഷൻ ന്യൂ ഇയർ ആണ്, പക്ഷെ ഒരു ന്യൂ ഇയർ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങാതെ അത് ഏത് ആഘോഷത്തിന് പോലും അത് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ തല എന്ന് പറഞ്ഞ പാട്ട് ഒരു സിറ്റുവേഷണൽ സോങ്ങിനൊക്കെ ഉപരി ഒരു ഡ്രൈവിന് പോകുമ്പോൾ കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്കൊരു ജിമ്മിൽ പോകുമ്പോൾ കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ പമ്പപ്പ് ആവണമെന്ന് ഒരു എനർജി വേണമെന്ന് തോന്നുമ്പോൾ കേൾക്കാൻ തോന്നുക എന്നൊക്കെ പറഞ്ഞുള്ള തോട്ടുകൾ, അത്രയും ചിന്തകൾ അതിലുണ്ടായിരുന്നു. സ്ക്രീം ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ തല എന്ന് പറഞ്ഞ ആ ഒരു എനർജി നമുക്കൊരു ലെറ്റിംഗ് ഔട്ട്, ഒരു വെന്റ് ഔട്ട് ഓഫ് ഇമോഷൻസ് അതിലൂടെ കിട്ടണം എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്ത തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പൊ പറഞ്ഞ പോലെ എപ്പോഴും ഈ കാലികമായിട്ട് സംഗീതത്തിന്റെ ഒക്കെ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ട്രെൻഡിനോടനുബന്ധിച്ച് ട്രെൻഡിനെ കണക്ട് ചെയ്തൊരു പാട്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രെൻഡ് തീരുമ്പോൾ ആ പാട്ടിന് എത്ര നമുക്ക് ആളുകൾ അത് ആ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഹിറ്റായി എന്ന് പറഞ്ഞാലും നമുക്കത് പിന്നെ റീവിസിറ്റ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ കണ്ട പോലെ നമ്മൾ ക്ലിക്ക് ചെയ്യില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. പക്ഷെ അത് കാലാതിവർത്തിയായിട്ടുള്ള പാട്ടുകൾ, അതിന് എപ്പോഴും ഒരു മെലഡിയുടെ അംശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സോ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലജ്ജാവതി ഇപ്പൊ കേട്ടാലും ഒരേ വൈബാണ്. അതാ, അപ്പൊ അതിനൊരു യൂണിവേഴ്സൽ അപ്പീലുണ്ട്. അതിനൊരു ആളുകളെ ഒരു ചുവട് വെക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു റിതം, അല്ലെങ്കിൽ അങ്ങനത്തെ സിൻകോപ്പേറ്റഡ് ആയിട്ടുള്ള മെലഡി, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ്, ബ്ലെൻഡായി വരുമ്പോഴാണ് അത് കുറെ വർഷം നിലനിന്ന്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും ആളുകൾക്ക് കേൾക്കുമ്പോൾ അത് പുതിയതായിട്ട്, അല്ലെങ്കിൽ അത് ഇപ്പോഴും റെലവെന്റ് ആണ് എന്ന് തോന്നുന്നു. അന്ന് ഈ സോങ് ഇത്രമാത്രം ഈ പാട്ടുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നു തീർച്ചയായും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോ നമ്മൾ ഈ കേൾക്കുന്ന ഒരു സാധനം സോഷ്യൽ മീഡിയ ട്രെൻഡും കൂടി ഇതിന്റെ വരുന്നുണ്ട് തീർച്ചയായും. കാരണം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോ ഒരു വ്യക്തിയും ഒരു മീഡിയ ആണ്. എവറി പേഴ്സൺസ് ലൈഫ് ഫീഡ് അല്ലെങ്കിൽ സ്റ്റോറി ഈസ് എ മീഡിയ. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു മാഗസീൻസ് ഉണ്ട്, ഒരു 3-4 ഫിലിം മാഗസീൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സിനിമ പ്രോഗ്രാംസ് ഉണ്ട് ചില ചാനൽസിലുള്ള. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രൊമോഷൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില സ്കൂൾസിലൊക്കെ പോയി, കോളേജസിലൊക്കെ പോയി ഇരുന്നിട്ടൊക്കെയുള്ള പരിപാടികളുണ്ട്. ഇതല്ലാതെയുള്ള പ്രൊമോഷൻ ഇല്ല, അല്ല പേപ്പർ അഡ്വർടൈസ്മെന്റ്സ്. അപ്പോൾ ഡെസ്പൈറ്റ് ഓൾ ദാറ്റ് അതിലൊരു അത്ര വലിയൊരു ഓപ്പണിംഗ് ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയത്. അപ്പൊ അത് തീർച്ചയായും അത് വിജയം തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ ആ സിനിമയെ നോക്കിക്കണ്ടത് പേടിച്ച് ദൈവം, നമ്മുടെ ഡെബ്യൂ ആണ്, ഫസ്റ്റ് സിനിമയാണ്, അത് ആളുകൾ എങ്ങനെ എടുക്കും അറിയില്ല, നമ്മളും മലയാള സിനിമയുടെ ഒരു ഭാഗമാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി പിന്നീട് പോയി വളരെ സക്സസ്ഫുൾ ആയി തിരിച്ച് ആലുമിനിക്കൊക്കെ വേണ്ടി കോളേജിൽ ഒന്ന് വരുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, ലൈക്ക് റീവിസിറ്റിംഗ് ദ സെയിം തിങ്. അതാണ് ഇപ്പോ നവാഗതനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ടാണ് ആ സിനിമയിലേക്ക് വരുന്നത്. ഇപ്പൊ 18 വർഷം ഛോട്ടാ മുംബൈ കഴിഞ്ഞു. അപ്പോ രാഹുൽ രാജിന്റെയും 18 വർഷം പൂർത്തിയായി. 18 years ഓഫ് യുവർ മ്യൂസിക് കരിയർ. സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ 18 കഴിഞ്ഞ പാൽക്കാരൻ എങ്ങനെയായിരുന്നു അപ്പോ നമ്മളെല്ലാരും പറയില്ലേ സിനിമയിലേക്ക് ഒരു ഗോഡ് ഫാദർ എൻട്രി, അല്ലെങ്കിൽ ആരെങ്കിലും കൈപിടിച്ച് ഉയർത്തി എന്നൊക്കെ ആളുകളൊക്കെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു ഗോഡ് ഫാദർ ഉണ്ടായിട്ടുണ്ടോ സിനിമയിലേക്ക് വരാൻ? ഗോഡ് ഫാദർ എന്ന് പറയാൻ എനിക്ക് ഓഫ് കോഴ്സ് ഛോട്ടാ മുംബൈ, അൻവർ റഷീദ്, മണിയമ്പള രാജുവേട്ടൻ, ഇവര് രണ്ടുപേരും ഇല്ലെങ്കിൽ അവരുടെ ഒരു എസ് ആണ് ഈ സിനിമയിൽ ഞാൻ വരാൻ കാരണം. അതല്ലെങ്കിൽ ഒരു പക്ഷെ ആ സിനിമ നമ്മൾ ഭാഗമായില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നേനെ കുറെ വർഷം. അതിനു മുമ്പ് ഏതൊക്കെയോ സിനിമകൾ നമ്മൾ ഓൾമോസ്റ്റ് തുടങ്ങാൻ പോയ സിനിമകളും അല്ലെങ്കിൽ കമ്പോസ് ചെയ്യാൻ പോയ സിനിമകളും പകുതി ചെയ്ത് വെച്ച അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതൊക്കെ പല അവസ്ഥകളിൽ നിന്ന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഡിസപ്പോയിന്റഡ് ആയിരുന്നു, അയ്യോ നമ്മളെ ടൈം ആയിട്ടില്ല, അല്ലെങ്കിൽ ഹോപ്പ്ഫുൾ ആണ് എപ്പോഴും അല്ലെ ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി. പക്ഷെ അത് ഇതിനു വേണ്ടിയാണ് ആ കാത്തിരിപ്പ് ഉണ്ടായിരുന്നത്. യൂണിവേഴ്സ് കോൺസ്പിറസി തന്നെയാണ് ഡെഫിനറ്റ്ലി. ബിക്കോസ് ആ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും മാറില്ല. ഈ അല്ലേ ഇപ്പൊ ഞാൻ ഇല്ലാത്തൊരു കാലം വരുമ്പോൾ പോലും എന്റെ ആദ്യത്തെ സിനിമ ഛോട്ടാ മുംബൈ തന്നെയാണ്. ആൻഡ് ദാറ്റ് ഛോട്ടാ മുംബൈ ഈസ് ബീങ് സെലിബ്രേറ്റഡ് ഇൻ 2025 എന്നുള്ളത് ഇനി അതൊരു സത്യമായി മാറി എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു ഇപ്പൊ അറിയായിരുന്നല്ലോ ലാലേട്ടന്റെ കൂടെ
വർക്ക് ചെയ്യാൻ പോവാണ്. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ആ എല്ലാ ആക്ടേഴ്സും ഒരുപോലെ അഭിനയിച്ച് തകർത്ത് ആടിയ ഒരു സിനിമയാണ്. മ്യൂസിക്കിന് ഭയങ്കരമായിട്ടുള്ള ഒരു എഫക്ട് ഉണ്ട്. അൻവർ റഷീദിന്റെ ഡയറക്ഷനും വേറൊരു പാട്ട് വരുന്നു. അതായത് ഒരു സൈഡില് അവാർഡ് സിനിമ, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് സിനിമ. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു അൻവർ റഷീദ് ഫാക്ടർ ഉണ്ട്. ആ ഒരു അൻവർ റഷീദ് ഫാക്ടറിലേക്കാണ് മ്യൂസിക് കൊണ്ടുവരുന്നത്. അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഇത്രയും ആക്ടേഴ്സിന് വേണ്ടി ചെയ്യണം, ഒരു സിനിമ മൊത്തം ലൈവായിട്ട് നിൽക്കണം, എന്തുമാത്രം ഒരു എഫേർട്സ് എടുത്തിരുന്നു? എഫേർട്സ് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിരുന്നു. കാരണം അത് ഒന്നാമത്തെ കാര്യം, അത് നമ്മുടെ ആദ്യത്തെ സിനിമയാണ്. ഈ ആദ്യത്തെ സിനിമ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ പറയും ചില ചില മ്യൂസിക്കിലെ ചില ഒരു A&R മാനേജേഴ്സ് എന്ന് പറയും, അതായത് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ യൂണിവേഴ്സൽ മ്യൂസിക്കിന്റെ ഒരു A&R മാനേജർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ ആദ്യത്തെ ആൽബത്തിന് നിങ്ങൾക്ക് ഒരു 20 വർഷം കിട്ടും, അല്ലെ 18 വർഷം കിട്ടും. രണ്ടാമത്തെ ആൽബത്തിന് 3 മാസം കിട്ടുള്ളൂ. ബിക്കോസ് യു ആർ ഓൾറെഡി ഫേമസ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വന്നു, അടുത്ത ആൽബം ഓൾറെഡി ഫണ്ട്സ് വന്നു, യു ഹാവ് ടു സ്റ്റാർട്ട്, ബട്ട് യു ഹാവ് ഓൺലി 3 months ടു ഡു ഇറ്റ്. പക്ഷെ ആദ്യത്തെ ആൽബം ചെയ്യുന്ന വി ഹാവ് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ്. നമ്മൾ സ്വയം നമ്മൾ ബെറ്റർ ആക്കുന്നു, സ്വയം നമ്മൾ പാകപ്പെടുത്തുന്നു, നമ്മുടെ കഴിവ് സ്കിൽ സെറ്റ് ബെറ്റർ ചെയ്യുന്നു, അല്ലേ? അപ്പൊ ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഇത്രയും എൻസംബിൾ സ്റ്റാർ കാസ്റ്റ് എന്നൊന്നും നമ്മുടെ മനസ്സിലില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ മുമ്പിൽ ഒരു ഉഗ്രം കിടലൻ പരിപാടി വന്നിട്ടുണ്ട്, അതിനെ എങ്ങനെ തകർക്കാം. ലിറ്ററലി അത് തന്നെയാണ്. അപ്പൊ എന്റെ റിയൽ നമ്മൾ വിശ്വസിച്ചിരുന്നതെല്ലാം നമ്മൾ നല്ല ഔട്ട്പുട്ട് മ്യൂസിക്കലി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടല്ലോ, ഓഫ് കോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിന് നന്നായി കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകരെടുക്കും എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു ഉറപ്പുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മാക്സിമം വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഗോഡ് ഫാദേഴ്സ് ഐ വുഡ് സേ അൻവറാണ്, ബെന്നി ചേട്ടനാണ്. അല്ല, ഓഫ് കോഴ്സ് ബെന്നി ചേട്ടൻ എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ച ഒരാളാണ്. അതായത് അതിപ്പോ പറഞ്ഞേ പറ്റൂ. കാരണം ആ സമയത്തൊക്കെ ചില ഇന്റർവ്യൂസ് ഒക്കെ വന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചാനൽ ഇന്റർവ്യൂസും ഈ ക്രൂ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരികയൊക്കെ ചെയ്തു. അപ്പൊ ബെന്നി ചേട്ടൻ നമ്മളെ കൂടെ ഇരിപ്പുണ്ട്. അപ്പൊ എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഐ വാസ് തിങ്കിങ്, ദൈവമേ സിനിമ ചെയ്യുകയും അല്ലെങ്കിൽ മ്യൂസിഷ്യനൊക്കെ ആവുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി നിർത്തിയാലോ? ലിറ്ററലി ഞാൻ അങ്ങനെ ചിന്തിച്ച ഒരു രാത്രിയുണ്ട്. നാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ എന്ത് പറയും? ഞാൻ ലിറ്ററലി ഐ വാസ് തിങ്കിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ എന്നോട് ബെന്നിച്ചേട്ടൻ, ഞാനിങ്ങനെ വിഷമിച്ചിട്ടാണ് വിളി, എന്താണ് നിനക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ശരിക്കും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു ഞാൻ ഈ ഫീൽഡിലേക്ക് പോലും ചിലപ്പോൾ വരില്ലായിരുന്നു. പുള്ളി ഒന്നുമില്ല, ജസ്റ്റ് ടോക്ക്. നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ, നമ്മളൊരു അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ ജസ്റ്റ് ടോക്ക് യുവർ ഹാർട്ട്. നമ്മൾ വെറുതെ പറയുക, അല്ലാണ്ട് അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. എനിക്ക് തോന്നുന്നു അന്ന് തന്ന ഉപദേശം ആഫ്റ്റർ ദാറ്റ് പ്രോബബ്ലി എനിക്കൊരു മീഡിയ ആയിട്ടുള്ള ഇന്ററാക്ഷൻ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു. അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയുക. അപ്പൊ ആ ഒരു രീതിയിൽ ഇവരൊക്കെ ഗോഡ് ഫാദേഴ്സ് ആണ്. അതുപോലെ രാജുവേട്ടന്റെ അതിനു മുമ്പുള്ള ഒരു സിനിമയിൽ ഞാൻ സംഗീതം ചെയ്യേണ്ടിയിരുന്ന തിയേറ്ററിനൊക്കെ ഇറങ്ങി വന്ന് കരയുന്നൊക്കെ ഒരു വീഡിയോസ് നമ്മൾ കണ്ടു. ഓ റിയലി ഹീസ് വെരി ഹാപ്പി. എന്നെ ആദ്യം വിളിച്ചത് ഫോണിൽ കൂടെ വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. ഞാൻ രാജുവേട്ടൻ ഹാപ്പി അല്ലേ? ഞാൻ ഇപ്പോഴാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ശ്വാസം നേരെ വീണ രാവിലെ എന്ന് പറഞ്ഞു. നമുക്കൊരു പടം കൂടെ ചെയ്യണ്ടേ? ചെയ്യണം. വെരി ഹാപ്പി. പിന്നെ ഓഫ് കോഴ്സ് അൻവർ ഇല്ലെങ്കിൽ ഈ പരിപാടി ഇല്ല. നമ്മൾ ഓരോ അൻവർ വാസ് 1 film old ആ സമയത്ത്. രാജമാണിക്യം മെഗാ ഹിറ്റ്, തകർത്തോടി, ഒരു സൂപ്പർ ഡയറക്ടറിനുള്ള പേര് അൻവറിന് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സിനിമയിൽ ഞാൻ കൂടെ ചേരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് സിനിമ അറിയില്ല. ഞാൻ ആരുടെയും അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല, സിനിമ സെറ്റിലൊന്നും പോയിട്ടുമില്ല. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ബട്ട് മ്യൂസിക്കലി അതിനെങ്ങനെ പെയിന്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എൻ്റെതായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ നോളജ് ഇല്ല. അപ്പൊ ആ പ്രാക്ടിക്കൽ നോളജിലേക്ക് നമ്മളെ ശരിക്കും പറഞ്ഞാൽ കൈപിടിച്ചുകൊണ്ടുവന്ന് പറഞ്ഞാൽ, കാരണം ഒരു ആ സീൻ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ, ആ ബാങ്ക് മാനേജർ നടന്നു വരുന്നൊരു സീനുണ്ട്. അവിടെ ചിരി കിട്ടുന്നുണ്ട് ആളുകൾക്ക്. ബിക്കോസ് അയാൾ ഓരോ സ്റ്റെപ്പിലും ഒരു സൗണ്ട് വരും. അതായത് എവറിത്തിങ് നീഡ്സ് ആൻ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മിക്കി മൗസ് പരിപാടിയല്ല. പക്ഷെ അങ്ങനെയുള്ള സിനിമകളിൽ അത് ആവശ്യമാണ്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, അതിപ്പോ നമ്മള് പുതിയതായിട്ട് ആഡ് ചെയ്ത ക്ലൈമാക്സ് സീക്വൻസിൽ സായികുമാർ പറയുന്നുണ്ട്, സായിച്ചേട്ടൻ പറയുന്നുണ്ട്, ഇത് അതായത് അടാ അപ്പനെ കെട്ടിയിട്ടാണ് അടിച്ചാന്റെ കാലൊടിക്കട തല്ല് എന്ന് പറയുന്നുണ്ട്. അവിടെ ഡയലോഗ് കേൾക്കാൻ നമ്മൾ സ്പേസ് കൊടുക്കുക, എന്നിട്ടാണ് മ്യൂസിക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അപ്പോഴാണ് ആളുകൾക്ക് ഒരു അല്ലെങ്കിൽ അവിടെ ആ പറയുന്ന സമയത്തൊക്കെ നമ്മൾ മ്യൂസിക് കുത്തി നിറച്ചാൽ ഈ പറയുന്ന കാര്യത്തിന്റെ പഞ്ച് ട്രാൻസ്ലേറ്റ് ആവില്ല. ശേഷം ക്ലൈമാക്സ് വന്ന ഒരു സിനിമ, അത് ഏറ്റവും റിസ്കി, മോസ്റ്റ് റിസ്കിയസ്റ്റ് തിങ്. എന്നോട് പറഞ്ഞു, എടാ പാട്ട് ശരിയായില്ലെങ്കിൽ ആ പാട്ട് കട്ട് ചെയ്യേണ്ടി വരും. കാരണം അത് ഭയങ്കര റിസ്കി പൊസിഷനാണ്. ഒരു ക്ലൈമാക്സിന് ഇത്ര മിനിറ്റ് മുമ്പ് ഒരു പാട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയ ആണ്. ആളുകൾ കൂക്കി വിളിക്കാം, അല്ലെങ്കിൽ ആളുകൾ ചിലപ്പോൾ പടം അവിടെ ആയിരിക്കും താഴെ പോവാ പാട്ട് ബോറാണെങ്കിൽ.
അപ്പൊ ലിറ്ററലി ദാറ്റ് വാസ് എ ബിഗ് പ്രഷർ. പക്ഷെ അത് ചെയ്തപ്പോഴൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ചിന്തയെ മനസ്സിലുണ്ടായിരുന്നില്ല.